കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ദൈവത്തിൽ ആശ്രയിച്ച അപ്പോസ്തലനായ പൗലോസ് കൈമാറുകയാണ്. 4-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അത്യന്ത ശക്തി, ദൈവത്തിന്റെ ശക്തി അത്യന്ത ശക്തിയാണെന്നും അത് ദൈവത്തിന്റെ ദാനമെന്നും പറയുന്ന ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 2 താട്ട് നമ്മൾ വായിച്ചു വരുന്ന സമയത്താണ് ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 മനുഷ്യന്മാരെ കുറിച്ച്, അല്ലെ? 1 പുറമെയുള്ള മനുഷ്യൻ, 2 അകമേയുള്ളവൻ. സ്തോത്രം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും. അപ്പം പുറമേയുള്ള മനുഷ്യൻ എന്തിൻ്റെതാണ്? ക്ഷയിക്കേണ്ടതാണ്. അപ്പം നമ്മൾ അധൈര്യപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മുടെ ശാരീരിക ക്ലേശങ്ങൾ, ചിലപ്പോൾ രോഗമോ പിന്നെ മറ്റ് ക്ലേശങ്ങളോ ഒക്കെ ശരീരത്തിൽ കടന്നു വരുന്ന സമയത്ത് ഇന്ന് നമുക്കറിയാം, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ജീവിതശൈലി രോഗങ്ങൾ. ഇന്ന് ഒരുപാട് പേർ അതിന് അഡിക്റ്റഡ് ആണ്. ശ്രോത്രം, ആഹാരത്തിന്റെ ക്രമക്കുറവും പലപ്പോഴും അശ്രദ്ധകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് മുഖാന്തരം ഒക്കെ ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വന്നുപെടാറുണ്ട്, അല്ലേ? സ്തോത്രം, അലർജി ആകട്ടെ, ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങളാകട്ടെ, അതുപോലെ സ്തോത്രം ഇന്ന് നമുക്ക് കണ്ടുവരുന്ന മറ്റ് അസ്വസ്ഥതകൾ, രോഗശക്തികൾ ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിനെ പ്രതിയൊക്കെ പലപ്പോഴും നമുക്ക് എന്ത് വരാറുണ്ട്? മനക്ലേശം വരാറുണ്ട്, അല്ലേ? ശരീരത്തിൽ ക്ലേശം വരുമ്പോൾ, ശരീരത്തിൽ രോഗം വരുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സ് വ്യാകുലപ്പെടാറുണ്ട്. എവിടേക്കായി പോകുന്നത്, എന്തിലേക്കായി ഇത് നീങ്ങുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും നമ്മളെ അലട്ടാറുണ്ട്. സ്തോത്രം. അതിന് കാരണം നമ്മുടെ മനസ്സിനകത്തൊരു അധൈര്യം വരുന്നുണ്ട്. കാര്യം നമ്മുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തിന് ക്ഷതം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആയുസ്സിനെ കുറയ്ക്കും എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ചില ഓർഗൻസുകൾക്കകത്തേക്ക് ചില രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ, സ്തോത്രം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്തൊരു അധൈര്യപ്പെടലുണ്ട്. സ്തോത്രം. എന്തുകൊണ്ട് അങ്ങനൊരു ചിന്ത മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണം, നമ്മുടെ അകത്തൊരു മനുഷ്യൻ ഉണ്ട്, അത് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലേ? സ്തോത്രം. നമുക്കറിയാം, നിത്യതയെ പ്രത്യാശ വെച്ചിരിക്കുന്ന, നിത്യതയെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു ദൈവവൈതനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകമല്ല, ലോകത്തിലുള്ളതല്ല, ലൗകിക തലങ്ങളല്ല, പകരം ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുക, നിത്യതയെ നോക്കി ഓടുക. ഇതൊക്കെയാണ് ഒരു ദൈവവൈതന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ജീവനോട് ഇരിക്കുന്നത് നിങ്ങൾക്കേറെ ആവശ്യമാണ്, പക്ഷേ എനിക്ക് അത്യുത്തമം എന്ന് പറയുന്നത് എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞു. അത് ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗോളാണ്, അല്ലേ? സ്തോത്രം. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്, അല്ലെ? ദൈവത്തോട് പറ്റിയിരിക്കുക, അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കുക. അതല്ലേ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ വന്ന്, അല്ലെ, സ്തോത്രം, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്തുവാ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് എന്നാ പറയുന്നത്, അല്ലേ? അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ആദിമ ഭക്തന്മാർ, ആദിമ അപ്പോസ്തലന്മാർ പറഞ്ഞത്, അല്ലെ, കർത്താവിനോടുകൂടെ ചേർന്നിരിക്കുന്നത് എനിക്ക് അത്യുത്തമം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയേണ്ടതിന് കാരണം അതാണ്. കാരണം എന്തുവാ? അകമേ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ ചിന്ത ഞാൻ ആത്മാവിൽ തിരുവചനത്തിലൂടെ കൈമാറുമ്പോൾ, ഒരു ദൈവവൈതലായ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പുറമെയുള്ള മനുഷ്യന് രോഗം വരാം, പീഡ വരാം, കഷ്ടം വരാം, ഞെരുക്കം വരാം, വേദന വരാം, ബുദ്ധിമുട്ട് വരാം, എന്തൊക്കെ വരാമോ അതൊക്കെ വന്നു ചേർന്നിരിക്കുക. പക്ഷെ നീ അധൈര്യപ്പെടരുത്. നിന്റെ അകത്തൊരു മനുഷ്യൻ കിടപ്പുണ്ട്, നിന്റെ അകത്തൊരു സ്തോത്രം വ്യക്തിത്വം കിടപ്പുണ്ട്. അവന്റെ പേരാണ് ആത്മമനുഷ്യൻ. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതല്ലേ. സ്തോത്രം. നമ്മൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പൊ പുതുക്കം പ്രാപിക്കുന്ന തരത്തിലേക്ക് ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്.
അവിടുന്ന് ചെറുകടിയിൽ മറച്ചാട്ട് കർത്താവിൻ്റെ കൃപയും കരുണയും മഹത്വവും ദൈവപ്രവൃത്തികളും കണ്ട് കർത്താവിൽ സന്തോഷിപ്പാൻ അവിടെ ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകിയാട്ട്. തിരുവചനത്തിൻ്റെ ആഴങ്ങൾ ഹൃദയങ്ങൾക്കകത്ത് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.